ഇതുണ്ടോ അട്ട വന്ന് കടിച്ചിരിക്കുന്നുണ്ടോ കാലിൽ? ഞാൻ ഉപേക്ഷിച്ച കേട്ടോ ഇതിനൊക്കെ. മഴ നമ്മുടെ തിരുനെല്ലി അമ്പലത്തിലോട്ട് വെള്ളം കൊണ്ടുപോയി കൽപ്പാത്തി ഉണ്ട്. അതായത് ബ്രഹ്മഗിരി മലനിരയിൽ നിന്നാട്ടോ വെള്ളം കൊണ്ടുപോകാം. ഈ നമ്മുടെ പാവനാശിനിയിലോട്ട് വെള്ളം പോകുന്നത് ഇവിടുന്ന് വെള്ളം വരുന്നത് അതിലേ കണ്ടോ, അതിലേ വന്ന്. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ ഈ തവണ വന്നാക്കുന്നത് വയനാടാട്ടോ. വയനാട് എന്ന് പറയുമ്പോൾ അറിയാലോ, വളരെ പ്രകൃതി ഭംഗിയാൽ ഒരുപാട് അനുഗ്രഹീതമായ സ്ഥലമാണ് വയനാട് തിരുനെല്ലിക്കടുത്തുള്ള ബ്രഹ്മഗിരിയാണ് ഇന്ന് ട്രക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ബ്രഹ്മഗിരി എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു മലനിരയാണ് ബ്രഹ്മഗിരി. പിന്നെ ബ്രഹ്മഗിരിക്ക് ഒരു പറ്റിയ പ്രത്യേകത വെച്ചാൽ തിരുനെല്ലി അമ്പലത്തിലേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്നത്, സ്വന്തമായി കിണറില്ലാത്തൊരു അമ്പലമാണ് തിരുനെല്ലി. അപ്പോൾ അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകുന്നത് നമ്മൾ ബ്രഹ്മഗിരി മലനിരയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ആകാശമെല്ലാം കാണാം. പിന്നെ ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ബ്രഹ്മഗിരി ട്രക്ക് ചെയ്യുന്നത്. ഇത് നമ്മളെ തിരുനെല്ലി ചെക്ക് പോസ്റ്റില്ലേ, ഇവിടുത്തെ ഈ ബ്രഹ്മഗിരി ട്രക്കിംഗ് ചെക്ക് പോസ്റ്റിന് പറഞ്ഞുള്ള അടുത്തുള്ള കാഴ്ചകളാട്ടോ. ഇതൊക്കെ വനം തന്നെയാണ്. ഇതിലേ ഇറങ്ങി നേരെ അങ്ങോട്ട് പോയി. ഇത് പോയി കഴിഞ്ഞാൽ അഡ്രസ് പോയിന്റ് ശരിക്കും അവിടെയാണ്. അപ്പം നമ്മൾ കയറി വന്ന് വേറെ വഴിയാണ് കയറി വന്നത്. അത് തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ഷോർട്ട് കട്ട് ഉണ്ട്, അതിലേ കയറി വരുന്നത്. ഇവിടെ മാനൊക്കെ വരുന്ന കേട്ടോ, രാവിലെ സമയങ്ങളിൽ മാനൊക്കെ ഉണ്ട്. കിഴക്കൗണ്ടറിൽ നിന്ന് ഇവിടെ നിന്ന് എൻട്രൻസ് വരുന്നത്. ഇതാണ് എൻട്രൻസ് അങ്ങോട്ട് പോകാനുള്ള. ഇതാണ് ഇവിടുത്തെ ഡോർമെട്രി ആയിട്ട് വരുന്ന സംഭവം കേട്ടോ. ഈ ഡോർമെട്രിയാണ് നമുക്ക് കിട്ടുന്നത്. ബ്രഹ്മഗിരി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ ഇതൊക്കെ ഉണ്ട്. ഈ തവണ ട്രക്ക് ചെയ്യുമ്പോൾ നല്ല മഴ കേട്ടോ, അതുകൊണ്ട് നല്ല ചെളിയൊക്കെ ഉണ്ട്. പോകുന്ന വഴിയെല്ലാം ചെളിയാണ്. അതെ, ഇപ്പം തന്നെ നമ്മുടെ കാലിലൊക്കെ നല്ല ചെളിയാക്കുന്നു. ഇതെന്താ മരം? ഈ മരം ഇത് ഇങ്ങനെയാണ്. ഇത് യൂക്കാലി. ആ ഓക്കെ, ഇത് യൂക്കാലി മരമാണ് കേട്ടോ. കാലെല്ലാം ചെളിയിൽ പൊതിഞ്ഞതുകൊണ്ടോ, ചെളി തന്നെ ചെളി. അട്ടയുണ്ട്. ഇനി ഏകദേശം ഇവിടുന്ന് അങ്ങോട്ടേക്കൊരു കുറേ സ്ഥലം സമാനമായ രീതിയിലാണ് പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്, തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. ഇതാ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മഴക്കാലം ട്രക്ക് ചെയ്യുന്നതിൻ്റെ അനുഭവം ഇപ്പം തന്നെ കണ്ടു തുടങ്ങിയതുകൊണ്ടോ എല്ലാവരും ഞാൻ അട്ടയെല്ലാം കയറാൻ നോക്കുന്നുണ്ട്. അട്ടയെ കളയുന്നുണ്ട്. ഇനിയിപ്പോൾ വഴി നീളുമ്പോൾ ഈ കാഴ്ചകളായി കേട്ടോ. അട്ടയാണ് മെയിനായിട്ട്. നല്ല മഴ ഇത് പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം മഴയുള്ളതുകൊണ്ടാണ് അട്ടശല്യം ഭയങ്കര രൂക്ഷമായിട്ടുള്ളത്. നമ്മൾ കുറേ ട്രക്ക് ചെയ്ത് കുറേ വന്ന് കഴിയുമ്പോഴത്തേക്കും കാണുന്നൊരു ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ. ഇത് അവിടെ വെള്ളം ഇങ്ങ് പോകുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് പോയി ഇതേ വെള്ളം അങ്ങോട്ട് പോകുന്നു. നമ്മുടെ കൂട്ടത്തിലൊക്കെ നടന്നു വരുന്നത്. മഴക്കാലമായിരിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ അരുവികൾ, നീർച്ചാലുകൾ കാണാൻ പറ്റുന്നുണ്ടോ. ഞാൻ കഴിഞ്ഞ തവണ അത് ചെയ്യുമ്പോഴത്തേനും ഇവിടെയൊക്കെ നല്ല വേനലല്ല, ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേനും കുഴപ്പമില്ലല്ലോ, ഒരു ചെറിയ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര ഒഴുക്കൊന്നുമില്ലായിരുന്നു. വെള്ളം അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ നല്ല കുടിക്കാൻ നല്ല വെള്ളമാണ് കേട്ടോ. ഇവിടെ ശുദ്ധമായ വെള്ളം. നമ്മുടെ തിരുനെല്ലി അമ്പലത്തിലോട്ട് വെള്ളം കൊണ്ടുപോയി കൽപ്പാത്തി ഉണ്ട്. അതായത് ബ്രഹ്മഗിരി മലനിരയിൽ നിന്നാട്ടോ വെള്ളം കൊണ്ടുപോകും അമ്പലത്തിലോട്ട്. അമ്പലം സ്വന്തമായിട്ട് അമ്പലത്തിന് കിണറല്ലേ, അപ്പം ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകും. ഞാൻ കാണിച്ചില്ല കേട്ടോ, ഇതിലെ വെള്ളം കൊണ്ടുപോകുന്നു. ഇതുണ്ടോ, ഇതാണ് കൽപ്പാത്തി. ഇതുണ്ടോ, ഇത് ഇവിടുന്ന് ഇങ്ങനെ കൽപ്പാത്തി അമ്പലം വരെ പോയിട്ടുണ്ട് കേട്ടോ. ഇതൊരു തിരുനെല്ലി അമ്പലത്തിൽ വെള്ളം കൊണ്ടുപോകുന്ന കൽപ്പാത്തിയാണ്. ഈ ബ്രഹ്മഗിരി ട്രക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കേട്ടോ. അത്ര മനോഹരം കേട്ടോ. കൽപ്പാത്തി അന്ന് അടിക്കാക്കുന്ന തുടങ്ങി എത്ര ഇതാണ് അടിക്കാക്കുന്നതെന്ന്. ഇതൊരു എല്ലാ സ്പിരിറ്റ് വരുന്നവർക്കെല്ലാം കണ്ടിട്ടുണ്ടോ, അവിടെ ഒരു അമ്പലത്തിലൊരു തൂണ നാട്ടി ഇങ്ങനെ ഒരു വെള്ളം കൊണ്ടുവരുന്ന സംഭവം. തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള പലരും കണ്ടാണ് ഒരു കരിങ്കൽ തൂണയിൽ വെള്ളം അമ്പലത്തിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കൽ ചിറക്കൽ രാജാവിൻ്റെ പത്നി വാരിക്കൽ തമ്പുരാട്ടി അമ്പലത്തിൽ ഭഗവാനെ കാണുന്നതിന് എത്തുകയും ദർശന ശേഷം ശാന്തിക്കാരന് വെള്ളം ചോദിച്ചു. അപ്പോൾ ശാന്തിക്കാരൻ പാപനാശിനിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് തന്നെ തമ്പുരാട്ടി പ്രതിജ്ഞയെടുത്തു, ഇനി തിരുനെല്ലി അമ്പലത്തിലേക്ക് വെള്ളം എത്തിയ ശേഷമേ ഇനി ഇവിടെ ജലപാനം ചെയ്യുള്ളൂ. അന്നേരം തിരുനെല്ലി അമ്പലത്തിന് അന്നും ഇന്നും കിണറില്ല കേട്ടോ. ഈ വെള്ളം തന്നെയാണ് എത്തുന്നത്. അന്ന് തന്നെ ആ പരിചാരകർ ബ്രഹ്മഗിരി മലനിര പോയി നീരുറവ കണ്ടെത്തി അവിടെ നിന്ന് മുള കീറി തട്ടായി അടുക്കി അമ്പലത്തിലേക്ക് വെള്ളം എത്തിച്ചു. പിന്നീട് കരിങ്കൽപ്പാത്തി അതേ പാതയിലൂടെ അടുക്കിയാണ്
ഇന്ന് കാണുന്ന ഈ കരിങ്കൽപ്പാത്തി ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ച് വെള്ളം എത്തിക്കുന്നു. ഇന്നും ഈ വെള്ളം തന്നെയാണല്ലോ അമ്പലത്തിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലോട്ട് വെള്ളം കൊണ്ടുപോകുന്ന ആ കൽപ്പാത്തി വെള്ളം കൊണ്ടുപോകുന്ന കേട്ടോ, തിരുനെല്ലി അമ്പലത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ശരിക്കും ഇതല്ലേ പാവനാശിയോട്? അപ്പോൾ അതല്ലേ, ഓക്കെ. അപ്പോൾ ഇതാണ് പാവനാശിയോട്ട് പോകുന്ന ആ ഒരു വെള്ളം വരുന്ന രീതി. നമ്മൾ ബലിയിടുന്ന അവിടെ അല്ലേ? നമ്മൾ ഇവിടുന്ന് ഈ വരുന്ന ഇത് ഒഴുകി ചെല്ലുന്ന അവിടെ നിന്നാണ് നമ്മൾ ബലിയൊക്കെ ഇടുന്നത് കേട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ നിന്നാണ് അതിൻ്റെയൊക്കെ ഒരു ആരംഭ ഭാഗം. വെള്ളത്തിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. നല്ല കാഴ്ചയാണ് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ ഒഴുകി അവിടെ പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ പറയില്ല, കുറച്ച് മുമ്പ് ഈ നമ്മുടെ പാവനാശിനിയിലോട്ട് വെള്ളം പോകുന്നത് ഇവിടുന്ന് വെള്ളം വരുന്നത് അതിലേ കണ്ടോ, അതിലേ വന്ന് ഇതിലേ അങ്ങ് ഒഴുകി നേരെ അങ്ങോട്ട് പോവുക. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കയറി ഫോട്ടോ എടുക്കാം കേട്ടോ. ഇവിടെ എല്ലാം കയറി ഈ ഒരു മനങ്ങത്തിനുണ്ടോ, ഇവിടെ അങ്ങ് ഫോട്ടോ എടുത്ത് പോയാട്ടോ. പിന്നെ അട്ടശല്യം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് എൻ്റെ കാലം കട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് വയറെല്ലാം കടിച്ചു. ഇപ്പോൾ നേരെ കുറച്ചും കൂടെ പോകണം. ഏകദേശം 3 കിലോമീറ്ററോളം നമുക്ക് നടന്ന് പോകാനുണ്ട്. ഇത് അട്ടകൾ ഇതിപ്പോൾ എൻ്റെ മേത്തിന് എടുത്ത് കളഞ്ഞാട്ടോ. 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കയറിയിരുന്ന വരാനോട്ട ചെയ്തപ്പോഴും ഇതുപോലെ തന്നെ അട്ട. നമ്മളൊരു ട്രക്ക് ചെയ്ത് കുറച്ചും കൂടെ എത്തി കേട്ടോ. ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ വനമുണ്ടെന്നില്ല പറയാം. അപ്പം ആ വനത്തിൻ്റെ ഒരു ഉള്ളോട് കയറിയേക്കും. ഇപ്പോൾ കുറച്ച് നല്ല തിക്ക് ഫോറസ്റ്റായി കണ്ടോ. ഇപ്പോൾ ചെറിയ ചെടികളൊക്കെ ഉണ്ട്. വേറെ നടത്തില്ല. ഇവിടുന്ന് കയറി പോകും. അപ്പം പോകുന്ന വഴിയെല്ലാം അട്ടശല്യമുണ്ട്. എല്ലാവരും അട്ട അടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം ഒരു കയറ്റമുണ്ട് നിലവിൽ. അത് അത്രത്തോളം വലിയ കയറ്റമല്ല. പക്ഷേ ഇവിടുന്ന് വാച്ച് ടവർ ഉണ്ട്. അത് കഴിയുമ്പോൾ നല്ല കയറ്റമൊക്കെ ആകും കേട്ടോ. ഇനിയിപ്പം വനത്തിൻ്റെ ഒരു കുറേ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, അട്ട വന്ന് കഴിച്ചിരിക്കുന്നുണ്ടോ കാലിൽ? ഞാൻ ഉപേക്ഷിച്ച കേട്ടോ ഇതിനൊക്കെ, മടുത്തു. ഇതുണ്ടോ, പാവത്താനാ കണ്ടോ, കുടുംബം അറിയാം. എന്തോ ആള് നൈസായിട്ട് കൊണ്ട് അവിടെ ഇരുന്നാ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്താൽ കേട്ടോ. അവിടെ ഇരുന്നു കോളിന്ന് പറയാം ആലല്ലേ. ഇതിങ്ങനെ കൈ കുത്തി നിൽക്കുമല്ലേ? ഓ, ഇത് വേരല്ലേ? ഇതിങ്ങനെ താഴോട്ട് കുത്തി വളയുമല്ലേ? ഇതുണ്ട്, ഇതൊരു ആലാട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം കോള്. പിന്നെ നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു ഭാഗത്തായിട്ട് ഒരു വെള്ളച്ചാട്ടം, ചെറിയൊരു നീർച്ചാൽ. അതിൽ സൈഡിലായിട്ട് ഒരു മണ്ണിനുള്ളിൽ ഒരു പച്ച കളറുള്ള ഒരു പാമ്പ്, ചുരുട്ടേന്ന് വേറൊരു പാമ്പ് കേട്ടോ. അതിങ്ങനെ നമുക്ക് കാണാം, ഒരു മൺതിട്ടൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇതൊരു പാമ്പ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, പച്ച കളർ പാമ്പ് ഇതിനുള്ളിൽ കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ കണ്ടൊരു പാമ്പില്ല, ആ ഒരു പാമ്പിൻ്റെ പ്രത്യേകത ആയിരിക്കും. മരത്തിന്റെ കളറായിരിക്കും. ഓക്കെ കല്ലിന്റെ കളർ. ഓക്കെ ഓക്കെ ഓക്കെ. ആൾക്കാർ വരുമ്പോൾ ഓ, ചാടി കടിക്കും അല്ലേ? ചാടി കടിക്കും. ഓ, ഇതിന് വിഷത്തിൻ്റെ ഒരു തീവ്രത? വിഷം കടിച്ചാൽ പെട്ടെന്ന് നീര് വെക്കും കാല്. ഓക്കെ ഓക്കെ. അവർക്ക് വേറെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഓ, നല്ല വിഷമുള്ള പാമ്പാണ്. ഓ, ആണെങ്കിൽ വർഗത്തിൽ പെട്ടത് തോന്നല്ലേ. ഇതിൻ്റെ അതിൻ്റെ പേരെങ്ങനെയാ പാമ്പിൻ്റെ? ചുരുട്ട. ഓ, അപ്പോൾ ചുരുട്ട എന്നാണ് പാമ്പാട്ടോ. ഇപ്പം നമ്മൾ കണ്ടപ്പോൾ ആ ഒരു തോടല്ല, ആ വെള്ളത്തിൻ്റെ ചാലില്ല, അതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം അതിന് കളർ മാറുമല്ലേ? അത് കളർ മാറും. വേരിലായിട്ടുണ്ടെങ്കിൽ വേരിൻ്റെ കളറായിരിക്കും. ഓക്കെ ഓക്കെ. ഇതേപോലത്തെ കല്ലിലായിട്ടുണ്ടെങ്കിൽ കല്ലിൻ്റെ കളർ. ഓ, അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ? അപ്പോൾ അത് കൊള്ളാം കേട്ടോ. നമ്മൾ ട്രക്ക് ചെയ്ത് കുറച്ചും കയറി പോന്നു. അപ്പോൾ അവിടെ അരുവിയൊക്കെ ഉണ്ടായിരുന്നു, അതിലേക്ക് കയറി പോകുന്നു. ഇനി ഇവിടെ വരുമ്പോൾ ഇതിലേ നമുക്ക് പോകാൻ പറ്റും. ഇത്ര നേരം ഒരു നിരപ്പായിരുന്നു, വലിയ നേരം ചെറിയ കയറ്റം ഉണ്ടെന്നാലും ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ ഒരു കയറ്റം പോലെ തുടങ്ങുന്നു കേട്ടോ. ഇത് ഷോർട്ട് കട്ടാണ്. ഇതിലേ കയറി ഈ വഴി കറങ്ങി ചെല്ലുന്നതിൻ്റെ അപ്പുറത്ത് നിന്ന് കയറാൻ പറ്റും. അപ്പോൾ ഇതൊരു വനത്തിനുള്ളിലൂടെ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിലേ കയറി നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു പുൽമേട് പോലെ ഉണ്ട്. അവിടെ വാച്ച് ടവർ ഉണ്ട്.
വാച്ച് ടവറിനടുത്തായി നമുക്ക് പോകുന്നത് കേട്ടോ. ഇതാട്ടോ വഴി. ഇപ്പോൾ ഞാൻ തൊട്ടും പറഞ്ഞില്ലേ കയറിപ്പോന്ന കയറ്റം എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടംപോലെ വേരുകളൊക്കെ ആയിട്ട് ഇവിടെ കട്ടശല്യം കാണും കേട്ടോ. ഇവിടുന്ന് കയറി നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അങ്ങ് കയറി പോകണം. ഇനിയിപ്പോൾ ഏകദേശം ഒരു കുറേ വഴികളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്താ പറയുക, വീഴാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ഇതുണ്ടോ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ വഴിയില്ലേ, അതിലൊക്കെ കയറി വരുന്ന ഇതാ വഴി കറങ്ങി വരുന്നത്. കുറേ പേർക്ക് ഈ വഴിയും പോകാം, ചിലർക്ക് ഇതിലേ കയറി അങ്ങോട്ടും പോകാം. ഈ വഴി അങ്ങ് പോയി നോക്കാം. ചീവിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് മരം എല്ലാം ഇങ്ങനെ പായൽ പിടിച്ച് പൊതിഞ്ഞിരിക്കുക. ഈർപ്പമുണ്ടല്ലോ ഓൾറെഡി ഇപ്പം, അതുകൊണ്ടാണ്. വീണ്ടും നമ്മൾ നടന്നപ്പോൾ കണ്ടാട്ടോ ഒരു ഇതും കൂടെ, കോളി എന്ന മരം കൂടെ. ഒരു മരത്തേക്കറി പിടിക്കുക. മരത്തേക്കറി പിടിച്ചിട്ട് അതിനെ നശിപ്പിച്ചുകൊണ്ട് ഇതങ്ങ് വളരുക. വൻമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ട്രക്കിംഗ് പാത്ത് തന്നെ കേട്ടോ. ജീപ്പ് പോകുന്നുണ്ട് ഫസ്റ്റ് വരെ, ജീപ്പിനൊക്കെ പോകാനുള്ള വഴിയത്. നമുക്ക് ട്രക്ക് ചെയ്ത് വരുന്നക്കളെ ഇതിലെ നടന്ന് കയറിപ്പോം ആ സൈഡിലോട്ട്. ഇവിടുന്ന് ഇങ്ങനെ കയറി അങ്ങോട്ട് പോകാൻ പറ്റും. ചെറിയ മഞ്ഞുണ്ട് കേട്ടോ കാടിനകത്തൊക്കെ. ഇത് ഭംഗിയല്ല കാണാൻ. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്ന ഈ മലനിരയിൽ ഒരിക്കൽ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനെ തപസ് ചെയ്യുവാൻ അനുയോജ്യമായ ഇടമന്വേഷിച്ച് ആകാശമാർഗം യാത്ര ചെയ്ത് ഈ മലനിരകളിൽ ഇറങ്ങിയിരുന്നു. ശേഷം ഇന്ന് കാണുന്ന തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ സമീപം തപസ് ചെയ്തു എന്നാണ് വിശ്വാസം. ബ്രഹ്മാവ് ഈ മലനിരകളിൽ വന്ന് ഇറങ്ങിയതിനാലാണ് ഇവിടെ ബ്രഹ്മഗിരി എന്ന നാമം ഉണ്ടായതെന്നാണ് കരുതുന്നത്. വീണ്ടും നടന്നു വരുമ്പോൾ തന്നെ ഒരു വെള്ളച്ചാലും കൂടെ. ഇത് ഒത്തിരി രസം നോക്കി കാണാൻ വേണ്ടി. ഈ വനത്തിനുള്ളിൽ കയറി കഴിയുമ്പോൾ ആ ഈ വെള്ളച്ചാലിൻ്റെ ഒരു ഭംഗി രക്ഷയില്ല കേട്ടോ. ഇതിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് ഇവിടുന്ന് ഒഴുകി. അതെ വെള്ളച്ചാട്ടം. എൻ്റെ അവിടെയാണ് വെള്ളച്ചാട്ടം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ നടക്കുന്ന വഴിയെല്ലാം വെള്ളം കേട്ടോ. വെള്ളത്തിലൂടെ നടന്നു വേണം പോവാൻ. ഷൂവെല്ലാം നനഞ്ഞ്. ഇതുണ്ടോ ഇത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നത്. കൊള്ളാമല്ലേ? ചിലപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടോ, ചെറിയൊരു വൈബ്രേഷനൊക്കെ വരും. ഉണ്ടോ ഇത്ര രസമായി കാടിൻ്റെ ഉള്ളിലൂടെ കയറി കഴിയുമ്പോഴത്തേക്കും. അമ്പോ അതേപോലെ ഇവിടെ വലിയ പാറക്കൂട്ടമുണ്ട്. ഇത് വരുന്നുണ്ട് വെള്ളത്തിൽ നടന്നു. മഴ തുടങ്ങി കേട്ടോ. നല്ല മഴയായിരുന്നു. ഉണക്ക് നനയാറായി. ഇതുകൊണ്ടാണ് മഴക്കാലമായപ്പോഴത്തേനും വെള്ളം ഇതിൽ നല്ലോണം ഒഴുകുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് നമുക്കിത് ഇങ്ങനത്തെ വഴി കേട്ടോ. ആനപ്പിണ്ടൊക്കെ കിടക്കുന്നു കേട്ടോ. ഇത് ആനയൊക്കെ പോയിട്ടുണ്ട്. ഇത് ഫ്രഷ് സാധനം കേട്ടോ. ഇത് ഇവിടെ മരമൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട്. അത് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇതാട്ടോ ആനപ്പിണ്ടം. അയ്യോ, ഇനി ഇവിടുന്ന് കുറേ നടന്നു പോകാണ്ട്. നല്ല മഴ കേട്ടോ. ഞാൻ കുട ചൂട്ടി കേട്ടോ ഇത് പിടിക്കുന്ന കേട്ടോ. അല്ല നമുക്ക് പിടിക്കത്തില്ല. അപ്പം മൊബൈലൊക്കെ നനഞ്ഞ് പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്താക്കുന്നത്. ഇത് ചെതൽക്കൂടല്ലേ? അപ്പോൾ ഇതൊരു ചെതൽക്കൂടാട്ടോ. മരത്തിന് മുകളിൽ കണ്ടോ കേട്ടോ. കടന്നല്ലേ, ചെതലിൻ്റെ കൂടാന്ന് പറയാം. ഇത് ഈ കാണുന്നുണ്ട് ബ്രഹ്മഗിരി മലനിരകൾ. അതിൻ്റെ താഴ്വാരം ഈ കാണുന്നല്ലോ. ഇതേ കോടമഞ്ഞ് ഇറങ്ങി മുഴുവൻ മൂടിയാക്കോട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അമ്പോ, മഞ്ഞെന്ന് പറഞ്ഞാൽ പോരാ, മഴയും മഞ്ഞും ഒരു രക്ഷയില്ല കേട്ടോ. കാഴ്ചകൾ മഴയായിരുന്നു കേട്ടോ. മഴയായിരുന്നപ്പോൾ ഞാൻ കുട ചൂടിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ബ്രഹ്മഗിരി ട്രക്ക് ചെയ്ത് ഒത്തിരി മുകളിലോട്ട് പോകുന്നു. അപ്പോൾ പക്ഷേ വനത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. ഏകദേശം 3 കിലോമീറ്ററോളം വനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്നു. ഇനി നമ്മൾ എത്താൻ സ്ഥലമാണ് വാച്ച് ടവർ. ബ്രഹ്മഗിരി ട്രക്കിങ്ങിൽ മെയിൻ സ്ഥലമാണ് വാച്ച് ടവർ. ഇതൊരു 1ാമത്തെ കടമ്പയെന്നാണ് പറയാം. ഇത് കഴിഞ്ഞാൽ പുൽമേട് കേട്ടോ. ഇനി നമുക്ക് വാച്ച് ടവർ ഒന്ന് കാണിച്ചു തരാം.
വാച്ച് ടവർ എടുത്തു കേട്ടോ. ഇതാണ് വാച്ച് ടവർ, ബ്രഹ്മഗിരി ട്രക്കിങ്ങിൻ്റെ ഇത് കടമ്പ കഴിഞ്ഞെന്ന് പറയുന്നത് വാച്ച് ടവർ. വാച്ച് ടവർ ഇതുണ്ടോ, ഇത് ഇവിടുന്ന് ചെന്ന് ഇതുണ്ടോ, അതൊരു 2 തട്ടായിട്ടാണ്. അതിനിടയ്ക്ക് ഒരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് നനയാതെ കയറി നിൽക്കാം. ഇവിടെ നിന്നാണ് ഇതിങ്ങനെ നടന്നു നിന്ന് നല്ല കാറ്റാട്ടോ. അവിടെ നിന്നിടയ്ക്ക് പറന്നു പോകുന്ന കാറ്റുണ്ട് അവിടെ. അപ്പം നമുക്ക് ഞാൻ മുകളിലോട്ട് ഇനി കയറി തരാം. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് കേട്ടോ. എന്ത് രസമല്ല കാണാൻ. ഇതെവിടെ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. കോട ഇറങ്ങി മൂടി നിൽക്കും കേട്ടോ, ഒരു രക്ഷയില്ല കോട. കാറ്റ് തുടങ്ങി, മഴയും കാറ്റും പക്ക വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. അയ്യോ, സംഭവം വെച്ചാൽ നമ്മൾ ഈ ബ്രഹ്മഗിരിയിൽ നിന്ന് ഇവിടുന്ന് 1 കിലോമീറ്റർ മാറിയാണ് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഏത് വേനയ്ക്ക് വെള്ളമുണ്ട് ഇവിടെ. അപ്പം ആ വെള്ളം വരുന്നതിൻ്റെ ഒരു വാൽവ് ഇത് ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ വാൽവേ നല്ല പ്രഷറിലാണ് കേട്ടോ ഒഴുകുന്നത്. ഇതുണ്ട്, ഇതാണ് വെള്ളം ഇത് വരുന്നത്, നല്ല പ്രഷറിലാണ്. ഈ വെള്ളം കുടിക്കാൻ പോട്ടോ, ഇതാ നല്ല വെള്ളമാണ്, നല്ല പ്രഷറാട്ടോ. ഓക്കെ, ആഹാ എന്താ തണുപ്പ്, ഇതൊന്ന് കാണിക്കാമോ ഈ വെള്ളം ഇങ്ങോട്ടൊന്ന്. അയ്യോ എന്നാ പ്രഷറാണെങ്കിൽ ഭയങ്കര പ്രഷർ. ഇത് കാട്ടിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ, വനത്തിൽ ഇത്ര നല്ല വെള്ളം. വാച്ചൊക്കെ പോയി, എന്നാലും കുഴപ്പമില്ല, നല്ല തണുപ്പ്. എന്നാ ഫീലാണെന്ന് അറിയാം വെള്ളം കുടിക്കാൻ. ഓ APC അല്ലേ, ആൻറ്റി പോച്ചിങ് ക്യാമ്പ് അല്ലേ, അതാണ് ഇതാണ് ആ ബിൽഡിങ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇത് നടന്നത് എൻ്റെ വാച്ച് ടവർ കണ്ടോ, വാച്ച് ടവർ കണ്ടോ. മഞ്ഞ് ഒരു രക്ഷയില്ല കേട്ടോ, മഞ്ഞ് കാരണം ഇങ്ങനെ കാറ്റ് അവിടെ നിന്നൊക്കെ പറന്നു പോകുന്നല്ലേ നിൽക്കുന്നത്. പിന്നെ ഇത് വാച്ച് ടവറിലോട്ടുള്ള യാത്ര തുടങ്ങിയേക്കോട്ടോ ആൾക്കാർ. നല്ല കാറ്റുണ്ടല്ലേ, ഇനി ഞങ്ങൾ ഇപ്പം കയറി അങ്ങ് പോകണം. അപ്പം നല്ല കാറ്റാണ്. അപ്പോൾ ഞാനിനി വാച്ച് ടവറിൽ കയറാനുള്ള പരിപാടി കേട്ടോ. എങ്ങനെയാണെന്നൊക്കെ മുകളിൽ ചെന്നാൽ അറിയത്തുള്ളൂ. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി കുത്തനെയാട്ടോ, കാറ്റ് നല്ല രീതിയിലുണ്ട് കേട്ടോ. അത് അങ്ങോട്ട് വരുന്നുള്ളൂ. വെച്ചോ, ഹായ് വെച്ചോ, ഇപ്പോഴേ നിങ്ങളെ കിട്ടുക കേട്ടോ. കാറ്റിന്റെ കണ്ട സാറൊക്കെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു കയറുന്ന, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നമുക്ക് മോൾഡ് ചെല്ലുമ്പോൾ നല്ല കാറ്റുണ്ട്, അപ്പൊ ആ ഒരു ഫീൽ അല്ലേ. നമ്മൾ വാച്ച് ടവറിന്റെ പകുതി എത്തിയാകുമ്പോൾ കാണുന്ന കാഴ്ച ഇത് മഞ്ഞ്. ഇത് ആക്ര കയറി പോകുന്നുണ്ടോ അവിടെ, ഇതിങ്ങനെ പോയി ഇതിലേ കയറാകുമ്പോൾ അങ്ങോട്ട് ചെല്ലാം. ഇതിപ്പോൾ മഞ്ഞ് അടിക്കും കേട്ടോ, ഭയങ്കര കാറ്റാട്ടോ. പിന്നെ ഒരു വേറെ കാഴ്ചയുണ്ട്, ഇതൊരു ചെറിയൊരു ഗാലറി പോലെ ഇതിവിടെ ഉണ്ട്. ഇതിങ്ങനെ വന്ന് ഇവിടെ കയറി, ഇത് റൂമാണ്. ഇത് നമുക്ക് തുറക്കുകയൊക്കെ ചെയ്യാം. ഇത് തുറന്നിട്ട് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല, ഇത് തുറക്കുവാണേ ഭയങ്കര അയ്യോ, ഇത് തല പിടിച്ച് തുറക്കണ്ടേ. നമ്മൾ മലപ്പുറംകാര് നിങ്ങൾ കയറുമോ? ആ അതെ, അവരൊക്കെ കയറി വരുന്നുണ്ട് കൂട്ടില് കണ്ടിട്ടുണ്ട് കേട്ടോ. കാറ്റ് കണ്ടോ, നല്ല കാറ്റോ. ഇതൊക്കെ ഇവിടെ വന്നപ്പോ കണ്ട കാറ്റല്ലേ, അടിപൊളി കാറ്റ്. നിങ്ങളെല്ലാം മലപ്പുറംകാരാ? പെരിന്തൽമണ്ണ. ആ ഓ, അല്ല പവർ ഹൗസ് പെരിന്തൽമണ്ണ. കണ്ടോണേ, നമ്മൾ വാച്ച് ടവറിന് മുകളിൽ നോക്കോട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്, മഞ്ഞുണ്ട്, മഴയുണ്ട്. കാട്
മഴ കഴിഞ്ഞ് കാട് കയറി വരുമ്പോൾ ഈ കാഴ്ച ഒരു രക്ഷയിലോട്ടോ. ഇതിലെ നടന്നു നോക്കിയപ്പോൾ ഈ സൈഡ് നമ്മൾ വന്ന നടന്നു പോകും. ഒരാൾ ഒരു രക്ഷയില്ലോട്ടോ. ഈ സീസൺ ചെയ്താ അടിപൊളി കേട്ടോ. ഒരു രക്ഷ ഒരു രക്ഷ. വാഷ്ടവറിന് പോകുന്ന അവിടെ ഇറങ്ങാൻ പോട്ടോ. കാറ്റ് നല്ല രീതിയിൽ ഊരുണ്ടോ. മഞ്ഞ് വാഷ്ടവറിന് മുകളിൽ ഒരു അട്ട വന്ന് കിടക്കണം. ഇവിടെ അട്ടയൊക്കെ ഉണ്ട്. അത് കാലെന്നൊക്കെ പൊഴിഞ്ഞ് വീഴുന്ന അട്ട. ഇഷ്ടമായി അടിക്കും കേട്ടോ. നല്ല ഒന്നും കൂടെ കാണുവാണ്. രസമല്ലേ ട്രക്കിങ് ചെയ്താണ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഒരു മനോഹരമായ കാഴ്ച. അത് ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നതിൽ. മഞ്ഞ് ചിലത് മഞ്ഞ് മൂടുന്നു, പെട്ടെന്ന് മഞ്ഞ് മാറുന്നു. പോകേണ്ട വഴി അതെ അതാട്ടോ. അങ്ങോട്ട് പോകണം. ഇവിടെ പേടിച്ചാ നിൽക്കുന്നത്. നല്ല കാറ്റ് വന്നാൽ പറഞ്ഞ് താങ്കൾ പോകും. നമ്മൾ താഴെ കിടക്കുന്ന അത്രത്തോളം എളുപ്പകരമായ പരിപാടിയല്ല. ഇതിൽ നല്ല രീതിയിൽ സ്പീഡാണ്. അപ്പൊ നമ്മൾ ഇറങ്ങുന്ന വെച്ചാൽ എളുപ്പത്തിലാണ് ഇറങ്ങുന്നെങ്കിൽ ഇതിവിടെ ഇങ്ങനെ പിടിക്കുക. നേരെ പുറകോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ എളുപ്പമുണ്ട്. നേരെ കുതിരെ ഇറങ്ങാൻ പറ്റിയിരുന്നല്ല. ഇപ്പൊ ഞാൻ ഈ വീഡിയോ പിടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇറങ്ങുവാൻ തന്നെ അത്രത്തോളം എളുപ്പകരമായ കാര്യമല്ല. ഈ ടവർ 35 മീറ്റർ ഉയരമുണ്ട്. ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ കയറി പോയി വന്നില്ലേ, 35 മീറ്റർ ഉയരമുള്ളതാണ് ഈ ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഇനി ഇവിടുത്തെ കയറി ഈ വഴി കയറി നമുക്ക് അങ്ങോട്ട് ചെല്ലണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ കർണാടക കേരള ബോർഡർ അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലുന്നത് അല്ലേ. ഇനി നമ്മളിനി കയറാൻ പോകുന്നത് ചേട്ടൻ കറക്റ്റ് പറഞ്ഞുതരും. 1608 മീറ്ററിലേക്ക് അങ്ങനെ കയറാൻ പോകുന്നത് കേരള കർണാടക ബോർഡറിലേക്ക്. കേരള കർണാടക ബോർഡറല്ലേ. അപ്പോൾ 1608 മീറ്റർ അല്ലേ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ഇവിടെ നല്ല മഞ്ഞായിരുന്നു, കാറ്റായിരുന്നു, മഴയായിരുന്നു. ഒരു അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. ഒന്നും പറയാനില്ല. നമ്മൾ വാച്ച് ടവർ കയറി കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടുള്ള ബ്രഹ്മഗിരി ടോപ്പിലേക്കുള്ള നമ്മുടെ പുൽമേട കേട്ടോ. ഇതാണ് ഇനി ഇതേ ഈ വഴി കണ്ടോ. ഇതിലേ കയറി നമ്മൾ അങ്ങോട്ട് പോകണം. അതാണ് അടുത്ത. ഇതേ ഇപ്പോൾ മഞ്ഞൊക്കെ മാറി കേട്ടോ. മഞ്ഞ് മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന വഴി ഇതേ വാച്ച് ടവർ നല്ല ഇത് തെളിഞ്ഞു വേണം കേട്ടോ. ഭംഗിയാന്ന് നോക്കി. രണ്ട് കൂട്ടുകാർ ഫോട്ടോ കിടക്കുന്നുണ്ട് അവിടെ. വാച്ച് ടവറിൻ്റെ ഭംഗിയുണ്ടോ. ഇതാണ് എന്ത് നല്ല കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ. മഴ മഞ്ഞ് എല്ലാം കൊണ്ടും. പുൽമേട് കയറി കുറേ ആയി കേട്ടോ. അപ്പം പുൽമേടിൽ മഞ്ഞ് ഇറങ്ങിയേക്കുവാ. ഇനിയിപ്പോൾ മഞ്ഞ് കാണിച്ചത് നമ്മൾ നല്ല കിതങ്ങി കേട്ടോ. വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ കിതയ്ക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ ശരിക്കും വരുന്നുണ്ട്. ഇവിടെ ഞാൻ കയറി വന്നു കേട്ടോ. കാറ്റ് ശക്തി പിന്നെ കൂടി. മുകളിലോട്ട് കയറും തോറും കാറ്റ് ശക്തി കൂടി വരും കേട്ടോ. പറയില്ല മഞ്ഞ് ശക്തിയായിട്ട് വീട്ടിരിക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞ് ഭയങ്കര മഴ കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ പോരാ, അന്യായ മഴ. അപ്പം അതെ അങ്ങോട്ട് കയറി പോയി ഒരു കാഴ്ചകളൊന്നും കാണത്തില്ല. അതുപോലത്തെ മഴ. കാണാം. ഇപ്പം മഴ കാരണം രക്ഷയില്ല. ഒട്ടും മഴ, കൊടും മഴ. കൊടും കാറ്റാട്ടോ. എനിക്കറിയാല ഇത് കൊടുങ്കാറ്റാണെന്ന് തോന്നുന്നു. അതുപോലത്തെ കാറ്റ് ഭയങ്കര സൗണ്ട് കേട്ടാ പറഞ്ഞാൽ നടന്നു കേട്ടോ. കാറ്റിന്റെ ഒരു തീവ്രത ഇവിടെ വന്നാൽ നടത്തുള്ളൂ. എല്ലാവരും പറന്നു പോവാൻ തോന്നുന്നു. എങ്ങനെയുണ്ട്? അങ്ങനെ ട്രക്ക് ചെയ്ത് ഏകദേശം നമ്മുടെ ബ്രഹ്മഗിരി ടോപ്പ് കേട്ടോ. ബ്രഹ്മഗിരി ടോപ്പിലേക്ക് എത്തി. നമ്മുടെ ട്രക്കിംഗ് കംപ്ലീറ്റ് ആയിക്കോണം.
അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇത് കർണാടക ഈ കാണുന്നത് ഇത് കർണാടക ഈ പോകുന്നത്. ഇത് കേരള കർണാടക ബോർഡറായി കാണുന്നത്. ഇത് കർണാടക ഈ ഭാഗം. ഇതിങ്ങനെ വരുമ്പോൾ ആ ഭാഗമെല്ലാം കർണാടക എത്തുന്നത്. ഈ ഒരു വഴി തെളിഞ്ഞ് കിടന്നുണ്ട് ഇതുപോലെ. ഇത് കേരള കർണാടക ബോർഡറാണോ. ഈ കാണുന്നത് കേരളം. ഇപ്പം ഞാൻ കണ്ടു ഇവിടെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഞാനൊരു സ്ഥലം എന്ന് വെച്ചാൽ കേരളത്തിലോട്ടാണ്. ഇവിടെ ഒന്നും കാണത്തില്ല, മഞ്ഞാണ്. അത് കർണാടക. ഇത് ഈ കാണുന്ന കേട്ടോ നമ്മുടെ കേരള കർണാടക ബോർഡറിന്റെ അത് കേരളം മനസ്സിലായിട്ട്. അപ്പൊ അതിന്റെ അകത്തെ ഇവിടെ സ്ഥലം ഇത് പ്രത്യേകം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതെവിടെ എന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്നൊന്നും വായിക്കാനൊന്നും പോകുന്നില്ല.